ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്നേഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും കർത്താവ് നമ്മെ പരിപാലിച്ചു, കർത്താവ് നമ്മെ കാത്തു. കർത്താവിൻ്റെ ദയയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ പ്രിയ അച്ചായന്, നമ്മുടെ പട്ടമട്ടലെ അച്ചായന് ഇവിടുന്ന് ആരാധന കഴിഞ്ഞു പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ ശരീരത്തിന് അസ്വസ്ഥതയുണ്ടായി. അവരുടെ മക്കൾ ആശുപത്രി കൊണ്ടുപോയി. ഒരാഴ്ചത്തെ റെസ്റ്റാണ്, ഒരാഴ്ചത്തെ മരുന്ന് കൊടുക്കാനിടയായിത്തീർന്നു. മരുന്ന് കഴിച്ചാൽ താനങ്ങ് ഉറങ്ങിപ്പോവുകയാണ്. ഞങ്ങൾ പോയി കാണുവാനിടയായിത്തീർന്നു. എപ്പോഴും ഉറങ്ങണമെന്ന് തോന്നുകയാണ്. പ്രിയ അച്ചാനെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ആരോഗ്യവും ബലവും നൽകേണ്ടതിന് വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മുടെ കൂട്ടത്തിലുള്ള ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ നാം അറിയുന്നുണ്ടല്ലോ. അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് പകലിൽ ഒരു ഗസ്റ്റ് വരുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ ജ്യേഷ്ഠന് അവിടെ റിസോർട്ടുണ്ടായിരുന്ന അപ്പൻ്റെ ജ്യേഷ്ഠൻ്റെ മോൻ, അദ്ദേഹത്തിൻ്റെ അനിയത്തി പുതുവേലിൽ അനാഥശാലയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അവർ വരുമെന്ന് പറഞ്ഞു. അവർക്ക് വഴി അറിയത്തില്ല, വരുമെന്നാണ് ഓർപ്പിച്ചത്. അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുവരാൻ ആൾ വേണം. ഒരു പാസ്റ്ററും കൂട്ടത്തിൽ വരുമെന്നാണ് പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ദൈവഹിതമെങ്കിൽ കടന്നു വരട്ടെ. സ്തോത്രം. ഇത്രത്തോളം കർത്താവ് നമ്മെ സഹായിച്ച ദൈവത്തിൻ്റെ ദയക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 40-ാം സങ്കീർത്തനമാണ് നാം വായിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. 40-ാം സങ്കീർത്തനം. ഹല്ലേലൂയ. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞെന്റെ നിലവിളി കേട്ടു. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്ന ഒരു ഭാഗമാണ്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. സ്തോത്രം. ആ ഒരു കാര്യം നാം ഒന്ന് ശ്രദ്ധിക്കണം. യഹോവയ്ക്കായി കാത്തിരിക്കുന്ന അനുഭവം. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു ആഗ്രഹം നമുക്ക് വേണം. നമ്മുടെ ഉള്ളിൽ നിന്ന് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അനുഭവം. നമ്മൾ എങ്ങനെയാണ് കാത്തിരിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയ മാതാപിതാക്കൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുക. എപ്പോഴാണ് വരുന്നത്? സ്നേഹമുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ പോകുമ്പോൾ അവരിങ്ങനെ കാത്തിരിക്കും. പുറത്ത് രാജ്യങ്ങളിൽ ജോലിക്ക് പോയിട്ടുള്ളവർ, സ്വന്തക്കാർ അവിടെ ഇവിടെ ആയിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുക. അവർ വരുന്നെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്, നമ്മുടെ ഉള്ളിലൊരു സന്തോഷമാണ്. ഭാര്യയും ഭർത്താവും ജോലിയോടുള്ള ബന്ധത്തിൽ പിരിഞ്ഞിരിക്കുമ്പോൾ ഇപ്പോൾ വരുമെന്ന്, ഇത്രാം തീയതി വരുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുതൽ കലണ്ടറിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എണ്ണം കൗണ്ട് ഡൗണായിട്ട് എഴുതിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. നമുക്ക് പലർക്കും അത് പറഞ്ഞാൽ മനസ്സിലാകുകയല്ല. നമ്മൾ പിരിഞ്ഞ് അങ്ങനെ ഇരിക്കാത്തവരാ. തീരെ ചുരുക്കം ആളുകളാണ് പിരിഞ്ഞിരിക്കാറുള്ളത്. പിരിഞ്ഞിരിക്കുന്നവരുടെ മനോവേദനയൊക്കെ അങ്ങനെയുള്ളവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ പറ്റത്തുള്ളൂ. എല്ലാവർക്കും ജോലി ആവശ്യമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യമേ നമുക്ക് പറ്റത്തുള്ളൂ. സ്തോത്രം. എന്നാൽ അവർ ഒന്നിച്ചാകാൻ പോകും, അല്ലെ വരിക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സന്തോഷം നാം അറിയണം. സങ്കീർത്തനക്കാരൻ അതുപോലെയാണ് പറയുന്നത്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. സ്തോത്രം. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഒന്ന് പകർന്നേ. അങ്ങനെ ഒരു അനുഭവം നമുക്ക് കർത്താവുമായുള്ള ബന്ധത്തിലുണ്ടോ? നമുക്ക് അങ്ങനെ ഒരു അനുഭവം കർത്താവുമായിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കണം. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. യഹോവയ്ക്കായി കാത്തിരിക്കുന്ന ഒരു അനുഭവം. ഞാൻ എപ്പോഴും ഓർപ്പിക്കാറുള്ളത്, രാത്രിയിൽ ഉറങ്ങുമ്പോൾ, ഉറക്കം വരാതെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഒന്ന് പകരണം. കർത്താവിൻ്റെ മുഖം അന്വേഷിക്കണം. ഇത് നമ്മുടെ മനസ്സ് മുഴുവനും ഇപ്പോൾ ഫുള്ള് എൻഗേജാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ സ്റ്റോറേജ് പോകുന്നൊരു അനുഭവമുണ്ട്. എന്ന് വെച്ചാൽ ഫോണിനകത്ത് ഇനി ഒന്നും എന്ത് ചെയ്യത്തില്ല, സ്റ്റോറേജ് പോവുക. സ്തോത്രം. ഫുള്ള് കവറാണ്. നമ്മുടെ പലപ്പോഴും നമ്മുടെ ഉള്ളു മുഴുവൻ സ്റ്റോറേജ് ഫില്ലാണ്. എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ കാര്യങ്ങൾ. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഉപജീവന ചിന്തകളാലും നാളെയെക്കുറിച്ചുള്ള വിചാരങ്ങളും എല്ലാം കയറിയിട്ട് നമ്മുടെ ഉള്ളിൽ സ്റ്റോറേജ് ഫുള്ളാണ്. ദൈവമുഖം ഒന്ന് അന്വേഷിക്കാനുള്ള സമയം, അതിനുള്ളൊരു ഗ്യാപ്പ്, അതിനുള്ളൊരു ഇടം നമ്മുടെ കയ്യിലില്ല. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. എല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷേ രാത്രിയിൽ എത്ര പേരുണ്ട് ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്?
ദൈവത്തോട് സംസാരിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വേണം. അതുകൊണ്ട് മാത്രമേ നമുക്ക് ആശ്വാസമുള്ളൂ. അതുകൊണ്ടേ ആശ്വാസം നമുക്കുള്ളൂ. എത്രയോ പ്രിയപ്പെട്ടവരാ പെട്ടെന്ന് രോഗികളാകുന്നതെന്നറിയാമോ? എത്രയോ പ്രിയപ്പെട്ടവരാണ് അപകടത്തിൽപ്പെടുന്നത്, പ്രയാസത്തിൽപ്പെടുന്നത്. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കുക. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പ്രയാസവും പ്രതികൂലവും വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, നമുക്കൊക്കെ എങ്ങനെയാണ് വരുന്നെന്ന്. നമുക്ക് സ്ത്രീകന്മാരുടേതായ ജീവിതത്തെ ഒന്ന് പഠിച്ചാൽ, അവർ കർത്താവിനെ സ്നേഹിച്ചത് കൊണ്ട് കർത്താവ് അവരെ വിടുവിക്കേണ്ടതല്ലേ? പക്ഷേ കർത്താവ് അവരെ വിടുവിച്ചില്ല. അനേക കഷ്ടങ്ങളിൽ കൂടിയാണ് അവർ കടന്നു പോയത്. കർത്തൃദാസന്മാർ അനേക കഷ്ടങ്ങളിൽ കൂടിയാണ് കടന്നു പോയത്. ഹല്ലേലൂയ. സ്ത്രീകന്മാരാരും നോർമലായിട്ട് മരിച്ചിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. നോർമലായി മരിച്ച ആളുകൾ യോഹന്നാൻ മാത്രമേ ഉള്ളെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തെയും ചരിത്രകാരന്മാർ പറയുന്നത് തിളച്ചെണ്ണയിലൊക്കെ ഇട്ടതാണെന്നാണ് പറയുന്നത്. എന്നിട്ടാണ് പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തിയത്. പത്രോസിനെ, സ്തോത്രം, തലക്കീഴായി ക്രൂശിപ്പാനിടയായി തീർന്നു. നമ്മൾ ഈ വേദനയും പ്രയാസവും വരുമ്പോൾ ഈ കാര്യങ്ങളൊന്ന് ചിന്തിക്കണം കേട്ടോ. കർത്താവിനെ സേവിച്ചിട്ട് വേദനയില്ല, പ്രയാസമില്ല എന്നാരും ചിന്തിക്കരുത്. സ്ലീഹന്മാരുടെ എല്ലാം ചരിത്രം ഒന്ന് എടുത്ത് പഠിച്ചു നോക്കിക്കേ. ഹല്ലേലൂയ. സ്ലീഹന്മാരുടെ കാര്യങ്ങളൊന്ന് പഠിച്ചു നോക്കിക്കേ. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണം. ക്ഷീണവും പ്രയാസവും, ഹല്ലേലൂയ, എല്ലാം അവരുടെ ജീവിതത്തിൽ കടന്നു വരികയാണ്. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും എല്ലാം കടന്നു വരികയാണ്. സ്തോത്രം. അതിൻ്റെ മധ്യത്തിൽ കർത്താവ് അവരെ സൂക്ഷിച്ചു. ഞാൻ പലപ്പോഴും ചിന്തിക്കും, പൗലോസ് പറയുക, എന്തെല്ലാം കഷ്ടത, സങ്കടം, ഉപദ്രവം, ഉറക്കളപ്പ്, നഗ്നത, ആപത്ത്, വാള്, കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, ഇതെല്ലാം തൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി. തൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം കടന്നു വരാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. സ്തോത്രം. അതിൽ നിന്ന് വിടുവിച്ചോ? ഇന്ന് ഞാൻ വായിച്ചു, പൗലോസ് യെരുശലേമിലേക്ക് പോകരുതെന്ന് അവനോട് അഗബോസ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ അവനോട് പറഞ്ഞു. നീ യെരുശലേമിലേക്ക് പോകരുത്. അവനൊരു കച്ചയെടുത്തിട്ട് തന്നെത്താൻ കെട്ടിയിട്ട് അവൻ പറയുകയാണ്, ഈ കച്ചയുടെ ഉടമസ്ഥനെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇതുപോലെ യെരുശലേമിൽ ബന്ധിക്കുമെന്ന് പറയുവാനിടയായി തീർന്നു. ഈ കച്ചയുടെ ഉടമസ്ഥനെ ബന്ധിക്കുമെന്ന് പറയുവാനിടയായി തീർന്നു. സ്തോത്രം. പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, യെരുശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുക. യെരുശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുക. പിന്നെ അവൻ എന്താ ഭയപ്പെടാനുള്ളത്? യെരുശലേമിൽ അവൻ മരിപ്പാനും ഒരുങ്ങിയിരിക്കുക. സ്തോത്രം. അവനൊരു കാര്യം പറയാനുണ്ട്, എൻ്റെ ജീവിതത്തിൽ, സ്തോത്രം, അവൻ കർത്താവിൻ്റെ വകയാണ്. പൗലോസിനെ പോലെ കർത്താവിനെ കണ്ടതിന് ശേഷം കർത്താവിന് വേണ്ടി നിന്ന ഒരു വ്യക്തിയുമില്ല. നമ്മുടെ പല ആളുകളുടെയും ജീവിതത്തിൽ പിന്മാറ്റത്തിൻ്റെ അനുഭവങ്ങളുള്ളവരുണ്ട്. ഹല്ലേലൂയ. പൗലോസിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ല. കർത്താവിനെ കണ്ട പൗലോസ്, സ്തോത്രം, പിന്നീട് ഒരിക്കലും കർത്താവിനെ പിന്മാറിയിട്ടില്ല. ഹല്ലേലൂയ. ഒരു കാര്യവും അവൻ ചിന്തിച്ചില്ല. ഓരോ സ്ഥലത്ത് നിന്ന് സഭകളെക്കുറിച്ചുള്ള ഭാരമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഹല്ലേലൂയ. അവസാനം പൗലോസ് പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി എന്ത് ചെയ്തിരിക്കുന്നു? വെച്ചിരിക്കുന്നു. അതെനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വയ്ക്കുന്ന ഏവർക്കും കൂടെ. ഇന്ന് പകലിൽ ദൈവമക്കൾ ഒരു ആലോചനയായി ഏറ്റെടുക്കണമേ. ഞാൻ കർത്താവിന് വേണ്ടി നല്ല പോര് പൊരുതിയിട്ടുണ്ടോ? ഹല്ലേലൂയ. ചിന്തിക്കണം, ഞാൻ കർത്താവിന് വേണ്ടി നല്ല പോർ പൊരുതിയിട്ടുണ്ടോ? ഹല്ലേലൂയ. നമ്മളെല്ലാം മനുഷ്യരാണ്. നമ്മുടേതായ കാര്യങ്ങൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. എന്നാൽ എല്ലാം ശലോമോൻ പറഞ്ഞ പോലെ മായയാ. എന്ത് നേടിയാലും മായയാ. അതെല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കും. ഹല്ലേലൂയ. അതെല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര അധ്വാനിച്ചാലും, പിന്നെ ചിലർക്കൊക്കെ ആ മാതാപിതാക്കളോട് നല്ല സ്നേഹവും കരുതലും ഉള്ളവരുണ്ട്. അവരവരുടെ അന്ത്യം വരെയും അവരെ ശുശ്രൂഷിപ്പാനൊക്കെ താല്പര്യപ്പെടുന്നവരുണ്ട്.
കഴിഞ്ഞ ദിവസം തിരുവല്ലായി ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന അയൽവക്കത്തെ ഒരു അമ്മച്ചി മരിച്ചു. 101 വയസ്സായിരുന്നു. ഞങ്ങളുടെ അമ്മ പോലെ ഞങ്ങളെ സ്നേഹിച്ചൊരു അമ്മച്ചിയാണ്. അവർക്കിനി ഒരു മോൻ മാത്രമേ ഉള്ളൂ. ആ മോൻ എന്നോട് പറഞ്ഞു, അമ്മച്ചി ഒട്ടും വിഷമിച്ചില്ല, അമ്മ ഒട്ടും വിഷമിച്ചില്ല. അവസാനം വരെ വായു കൊണ്ടപ്പോൾ മുതൽ വെള്ളം, അവരെ ഹിന്ദു ആചാരപ്രകാരം ജീവിക്കുന്നവരാ, അവരെ ആ വെള്ളം കഴിഞ്ഞ ദിവസം എനിക്ക് ആ വീഡിയോ ഇട്ട് തന്നു. വെള്ളം വായിലോട്ട് സ്പൂണിൽ കൊടുത്തു, അത് കുടിച്ചാണ് മരിച്ചതെന്ന് പറഞ്ഞു. സ്തോത്രം. എനിക്കത് വീഡിയോ കണ്ടപ്പോൾ തോന്നി, ആ മാതാവ് ഒത്തിരി കഷ്ടപ്പെട്ടതാ. മരണക്കിടക്കെ വരെ മോൻ തിരിച്ചു പോകാൻ തുടങ്ങിയതാ. അപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, അമ്മ മരിക്കുമെന്നൊരു ചിന്തയുണ്ടായിട്ട് അത് വളരെ സന്തോഷത്തോടെ, അവരുടെ വിശ്വാസപ്രകാരം അവർ പറയുക, വളരെ സന്തോഷത്തോടെ അവരെ അയക്കുവാനിടയായി തീർന്നു. എത്ര കഷ്ടപ്പെട്ടവരാണേലും ഇവിടുന്ന് പോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ സ്റ്റോറേജ്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, എല്ലാം ഈ ലോക ചിന്തകളും ഈ ലോകത്തിലെ കാര്യങ്ങളും എല്ലാം കൂടെ നിറഞ്ഞ്, സ്തോത്രം, കർത്താവിന് ഇടമില്ലാതിരിക്കരുത്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ കർത്താവിന് ഇടമില്ലാതിരിക്കരുത്. നമ്മുടെ ഇടയിൽ കർത്താവിന് നമ്മുടെ ഉള്ളിൽ ഇടം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. 40-ാം സങ്കീർത്തനമാണല്ലോ ഞാൻ വായിച്ചത്. ഒന്നാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. സ്തോത്രം. നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ എന്നെ എന്ത് ചെയ്തു? കയറ്റി. നാശകരമായ കുഴിയിൽ, കുഴഞ്ഞ ചേറ്റിൽ. സ്തോത്രം. ഇത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഉള്ളൊരു ദൈവവൈതലിൻ്റെ അവസ്ഥയാണ് ഈ അവസ്ഥ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഉള്ള അവസ്ഥയാണ് ഈ അവസ്ഥ. നാശകരമായ കുഴി. നമ്മൾ പാപത്തിന്റെ പിടിയിൽ കിടന്നവരാ. നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. ആ പാറ നമ്മുടെ കർത്താവാ. നമ്മളിപ്പോൾ കർത്താവിലാണ് വിശ്വസിക്കുന്നത്. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ എന്ത് ചെയ്തു? സ്ഥിരമാക്കി. കർത്താവിൻ്റെ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി ചിന്തിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ എല്ലാ കാര്യം ചിന്തിക്കുന്നത് കർത്താവ് നടത്തുന്ന പോലെ അങ്ങ് നടത്തട്ടെന്നാണ്. അല്ലാതെ നമ്മളെല്ലാം കൂടെ ചിന്തിച്ച് പ്രഷർ നമ്മുടെ കൂടുമല്ലേ. നമ്മളെല്ലാ കാര്യവും കൂടെ ചിന്തിച്ചിട്ട് നമ്മുടെ പ്രഷർ കൂട്ടി നമ്മുടെ നിരാശരായി നമ്മൾ ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു അനുഭവത്തിലേക്ക് വരിക. എല്ലാം കൂടെ ചിന്തിച്ചിട്ട്, പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്തകളൊന്ന് മാറണം. എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക്. എന്താ നാണംകേട്? ഇപ്പോൾ ജോലി ഇല്ലാതെ കുറച്ച് നാൾ നിന്നവർ തന്നെ നാണംകേട്. അതിനകത്ത് നാണംകേടൊന്നുമില്ല. നമുക്ക് ചിന്തിക്കുമ്പോൾ ആണ് അങ്ങനെ ചിന്തിച്ച് അവരെന്നാ പറയും ഇവരെന്നാ പറയും എന്ന് പറഞ്ഞ് ചിന്തിക്കുക. ആരെന്ത് പറഞ്ഞാലെന്നാ. കുഞ്ഞുങ്ങൾ ആവശ്യമാണ്. നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ചിലർക്ക് താമസിക്കും, അപ്പോഴത്തേക്ക് ചിലർ നിന്ദിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുക. അതിന് നമ്മൾ ചിന്തിച്ചിട്ട് എന്നാ കാര്യം? ദൈവത്തിൻ്റെ സമയത്ത് ദൈവം തരും. ഹല്ലേലൂയ. ഞങ്ങളോട് ഞങ്ങളുടെ മോക്ക് കുഞ്ഞുണ്ടാവുമെന്ന് പ്രവചിച്ച ഒരു മനുഷ്യൻ, ജോമോൻ ജോണി എന്ന് പറയും. അപ്പോൾ എന്നോട് ഉരമന കോള് കഴിഞ്ഞേച്ച് ഇറങ്ങി വന്നപ്പോൾ അവിടെ വെച്ചൊന്ന് പറഞ്ഞു. അത് കഴിഞ്ഞേച്ച് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി റോഡിലോട്ട് വന്നേച്ച് പറഞ്ഞു, പാസ്റ്ററെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതൽ പാസ്റ്ററുടെ മോക്കുണ്ടാകാൻ പോകുന്നെന്ന് പറഞ്ഞു. ഞാനത് ദൂത് ഏറ്റെടുത്തായിരുന്നു. സ്തോത്രം. പക്ഷേ പുള്ളിക്ക് അതുവരെ ഉണ്ടായില്ല. അവർ ആഫ്രിക്കയിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു. പുള്ളിക്കാരൻ്റെ ഭാര്യ വല്ലാതെ വിഷമിച്ചു. സ്തോത്രം. പുള്ളി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അനേകർക്ക് പ്രാർത്ഥനയുടെ വിടുതൽ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ പുള്ളിക്ക് വിടുതലില്ല. ഹല്ലേലൂയ. നല്ലൊരു മനുഷ്യൻ. ഇപ്പോൾ അവരൊരു കുഞ്ഞിനെ ദത്തെടുത്ത് അവർ സന്തോഷമായിട്ട് ശുശ്രൂഷ ചെയ്യുക. ഇവിടെ കോട്ടയം അടുക്കൽ ഒരു സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുക. പുതിയ വേലസ്ഥലം. ഇപ്പം 36 കുടുംബം ഉണ്ടെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ഉദ്ദേശം അവരെക്കുറിച്ച് അതായിരുന്നു. സ്തോത്രം. നമ്മൾ ചിന്തിക്കണേ, നമ്മൾ ഈ ഭാരമെല്ലാം കൂടെ അങ്ങ് എടുത്തു വെച്ച് നമ്മൾ ഇല്ലാതായി പോകരുത്. നമ്മൾ ജീവിക്കാൻ മറന്നു പോകരുത്. ഈ ഭാരമെല്ലാം കൂടെ എടുത്ത് ജീവിക്കാൻ മറന്നു പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ഗമനത്തെ അവൻ എന്ത് ചെയ്തു? സ്ഥിരമാക്കി. ഇന്ന് പകൽക്കാലം ഒരു ദൂതായിട്ട് ഏറ്റെടുക്കണം. എൻ്റെ ഗമനത്തെ അവൻ സ്ഥിരമാക്കും. ഹല്ലേലൂയ. സ്തോത്രം. അടുത്ത വാക്യം. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പുതിയ പാട്ട് വല്ലതും ഉണ്ടോ? വെറുതെ ഇരിക്കുമ്പോഴും ദൈവത്തിൻ്റെ സന്നിധി ഹൃദയം പാർന്നൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ?
ഈ എഴുതിയ പാട്ടുകളല്ലാതെ എന്തെങ്കിലുമൊക്കെ നാവിൽ നിന്ന് വരാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ കൊച്ചു കൊച്ചുങ്ങളൊക്കെ ആണെങ്കിലും പാടിക്കൊണ്ട് നടക്കും തന്നെ. പാട്ടൊന്നും അറിഞ്ഞിട്ടല്ല, അവരങ്ങ് പറഞ്ഞുകൊണ്ട് നടക്കും. ചിലപ്പോൾ അന്യഭാഷയിലാണ് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. സ്തോത്രം. എൻ്റെ വായിൽ എന്ത് ചെയ്തു? പുതിയൊരു പാട്ട്. സ്തോത്രം. ഈ പഴയതെല്ലാം ഒന്ന് മാറിപ്പോകണം കേട്ടോ. പഴയ അനുഭവങ്ങളും പഴയ നിരാശയും പഴയ കാര്യങ്ങളെല്ലാം ഒന്ന് മാറണം. പുതിയ ഒന്ന്. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. എൻ്റെ ദൈവം എനിക്ക് കാര്യം സാധിക്കും. യഹോവയാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല, നമ്മുടെ കർത്താവിനാൽ കഴിയാത്ത ഒരു കാര്യവുമില്ലെന്ന് വിശ്വസിക്കണം. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കണം. ആരെന്ത് പറഞ്ഞാലും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ചിന്തിക്കണം. അതൊന്ന് ഏറ്റെടുക്കണം. ആരുടെയും കയ്യിലല്ല കേട്ടോ നമ്മുടെ അനുഗ്രഹം. അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ ആളുകൾക്കുള്ളൊരു കുഴപ്പമുണ്ട്, അവിടെ ചെന്നാൽ അനുഗ്രഹം, ഇവിടെ ചെന്നാൽ അനുഗ്രഹം. ആരുടെയും കയ്യിലല്ല അനുഗ്രഹം. എൻ്റെ കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ മുതൽ എല്ലാ ശാപവും മാറിപ്പോയി, എല്ലാ ബന്ധനങ്ങളും അഴിയുവാനിടയായി തീർന്നു. നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ സ്തോത്രം നമുക്ക് പ്രാഗൽഭ്യത്തോടെ അവൻ്റെ അടുക്കലേക്ക് അടുത്ത് ചെല്ലാം. നമ്മുടെ കർത്താവിൻ്റെ അടുക്കലേക്ക് സ്തോത്രം. ദേവാലയത്തിലെ തിരശീല മേൽതൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോകാനിടയായി തീർന്നു. ഏത് സമയവും നമുക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലാം. അതുകൊണ്ട് പുതിയൊരു പാട്ട് എത്ര പേര് ദൂത് ഏറ്റെടുക്കും? പുതിയൊന്ന്, പഴയതൊന്ന് കളയാനേ. പഴയ ചിന്തയും വ്യാകുലവും എല്ലാം കളയണേ. എല്ലാം ഉണ്ടാകും, വീടുണ്ടാകും, വാഹനമുണ്ടാകും, എല്ലാം നമുക്ക് ദൈവം തരേണ്ട സമയത്ത് തരും. തരേണ്ട സമയത്ത് തരും. ഹല്ലേലൂയ. അതിനുവേണ്ടി ഞാൻ വ്യാകുലപ്പെടരുത്. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളാരും എന്നോട് പിണങ്ങരുത് കേട്ടോ. ദൈവം ലോട്ടറി കൂടെ അല്ല നമുക്ക് അനുഗ്രഹിക്കുന്നത്. ദൈവം ലോട്ടറി അടിപ്പിച്ചല്ല നമുക്ക്. ഈ ലോട്ടറി നമ്മൾ എടുക്കാതിരിക്കുക നല്ലത്. നമ്മൾ അതിനു വേണ്ടി പൈസ മുടക്കരുത്. നമ്മുടെ പൈസ എന്തോരം പൈസ നമ്മൾ കളയുന്നത്. ദൈവത്തിനല്ലാതെ നമ്മളെ അനുഗ്രഹിക്കാൻ കഴിയും. ഞാനിത് പറഞ്ഞില്ലേ, എൻ്റെ മേൽ കുറ്റമാകും. നമ്മുടെ പഴയ അപ്പച്ചന്മാർ വളരെ സ്ട്രിക്റ്റായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് അത്. ചൂതാട്ടവും ലോട്ടറിയും. നമ്മൾ അധ്വാനിച്ച വിയർപ്പിൻ്റെ കാശ് മാത്രം മതി. വചനം എന്താ പറയുന്നത്? അന്യായമായി ധനം സമ്പാദിക്കുന്നു, ആരനുഭവിക്കുമെന്ന് അറിയുന്നില്ല. അവൻ്റെ മധ്യായുസെങ്കിൽ അതവനെ വിട്ടുപോകും. പിന്നെ അവൻ എന്തായിത്തീരും? ഭോഷനായിത്തീരും. അതുകൊണ്ട് അന്യായമായതാണ്. ലോട്ടറി എടുക്കുന്നവരോട് എനിക്ക് ഇന്നൊരു നിയോഗത്തിൽ ഞാൻ പറയുന്ന അതങ്ങ് അവസാനിപ്പിക്കരുത്. വെറുതെ ലോട്ടറി എടുത്ത പൈസ എല്ലാം കൂടെ നമ്മളൊന്ന് നോക്കിയാൽ കോടീശ്വരനാകേണ്ട സമയമായില്ലേ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ പദ്ധതിയുണ്ട്. അതുകൊണ്ട് അതൊന്ന് വിട്ടുകളയണം, ദൂതായി ഏറ്റെടുക്കണം. വ്യർത്ഥമായ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടരുത്. സ്തോത്രം. ഹല്ലേലൂയ. പുതിയത്. ഇന്നൊരു പുതിയ തീരുമാനത്തോടെ കടന്നു പോകണം. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. ഒന്നുമില്ലേ, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുക, എൻ്റെ ദൈവം എന്നെ കാത്തുകൊള്ളൂ എന്ന് വെറുതെ അങ്ങ് പറഞ്ഞുകൊണ്ട് നടക്കുക. വെറുതെ അങ്ങ് പറഞ്ഞുകൊണ്ട് കിടക്കുക. എൻ്റെ കാര്യം ദൈവം സാധിപ്പിക്കും എന്ന് വെറുതെ ഒന്ന് പറ. നിൻ്റെ വായിൽ അങ്ങനെ ഒന്ന് പറഞ്ഞേ. ഹൃദയത്തിൽ നിന്ന് ദൈവത്തോടൊന്ന് പറഞ്ഞേ, എൻ്റെ കാര്യം ദൈവം ഖരമേൽപ്പിച്ചിട്ടുണ്ട്. ചില നല്ല വിശ്വാസമുള്ള ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ കാര്യം ഉയരത്തിൽ ഏൽപ്പിച്ചിരിക്കുക, ഞാൻ എൻ്റെ കാര്യം ഉയരത്തിൽ ഏൽപ്പിച്ചിരിക്കുക, അവിടുന്ന് എനിക്ക് സഹായം വരും. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. അവിടുന്നാണ് നമ്മുടെ സഹായം. ഇന്ന് മുതൽ പുതിയൊരു അനുഭവത്തോടെ എൻ്റെ ദൈവം എനിക്ക് കാര്യം സാധിപ്പിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചന്ദ്രകമേശക്ക് അഭയദിനവും പറയുന്നില്ല, ഞങ്ങളുടെ ദൈവം വിടുവിക്കും. വിടുവിച്ചില്ലെങ്കിലും നീ നിർത്തിയിരിക്കുന്ന ബിംബത്തെ എന്ത് ചെയ്യല? നമസ്കരിക്കത്തില്ല. ആകയാൽ ഇന്ന് പകൽക്കാലം പുതിയൊരു പാട്ട്, പുതിയൊരു അനുഭവം ദൈവം നമുക്ക് തരട്ടെ.